RR എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ ഓണറാ അദ്ദേഹം. അതിന് നമുക്കെന്താ? അദ്ദേഹം ഇന്ന് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നേ. ദൈവമേ, നീ പേടിക്കണ്ട. ഒരുപക്ഷെ ആള് നല്ലവനാണെങ്കിലോ? പല്ലവി, എനിക്കൊരു ജോലി ഇപ്പൊ വലിയ ഇമ്പോർട്ടന്റാ. ഓഫീസ് കാര്യങ്ങളിൽ മാത്രം തളച്ചിടാതെ കുറച്ചു ദിവസം ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്ക്. മോളെ, സ്റ്റേ വിത്ത് രാജു ആൻഡ് ആസ്ക് ഹിം എനിത്തിങ് ഹി നീഡ്. ഷുവർ ഡാഡി. ഓക്കേ, ക്യാരി ഓൺ. എന്താണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? ഇന്റർവ്യൂ ആണ്. നമുക്ക് ക്യാബിനിലേക്ക് പോവാം. ഷുവർ. എങ്ങനെയുണ്ട് രാജു? വെരി ഗുഡ്. വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു. MD-യുടെ മുഖം കണ്ടറിയാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എവളെ വെറുതെ ഒന്ന് സുഖിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉന്തും ഒരു തള്ളും. ഈശ്വരോ നമ. റോഷ്നി വളരെ ടാലന്റഡ് ആണ്. താങ്ക് യു രാജു. എങ്കിൽ മാനേജിംഗ് ഡയറക്ടർ സീറ്റിലേക്ക് ഇരിക്കേ. സാറേ, ഞാൻ ഒരു സത്യം പറയാം. സാറിന് വേറൊന്നും തോന്നരുത്. സാർ ഈ കസേരയിൽ ഇരുന്നപ്പം എന്തൊരു രാജകലയാണെന്നറിയാവോ? സ്വാമി, ഓ സാറേ, എന്നെ പുകഴ്ത്താനോ സുഖിപ്പിക്കാനോ അല്ല ഞാൻ ശമ്പളം തരുന്നത്. സോറി സാർ. രാജു ലണ്ടനിലേക്ക് തിരിച്ചു പോന്നെന്ന് കേട്ടു. തിരിച്ചു പോണം റോഷ്നി. ലണ്ടനിലും UAE-ലൊക്കെ അല്ലേ എന്റെ ബിസിനസ്സുകളെല്ലാം. എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. പറയ്. രാജു തിരിച്ചു പോകരുത്. അപ്പോ എന്റെ അവിടുത്തെ ബിസിനസ്സുകളൊക്കെ? അതിനൊക്കെ അവിടെ ആരെങ്കിലും ചുമതലപ്പെടുത്തണം. രാജു മാസത്തില് ഒരു വട്ടം പോയാ മതി. ഇങ്ങേരെ കണ്ണൻ ചിരട്ടെടുത്ത് തെണ്ടിക്കാനാണ് അവളുടെ പരിപാടി. ആ ലണ്ടനിലും ഗൾഫിലും ഒക്കെ ഉള്ള കമ്പനി അവള് പൂട്ടിക്കും. രാജു ഇവിടുന്ന് പോകരുതെന്ന എന്റെ അഭിപ്രായം. എന്നാ പിന്നെ ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ കൂട്. മുറിവേറ്റ ഹൃദയമായാണ് രാജു ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അമ്പുസ്വാമി. സാറേ, സ്വാമി ഒന്ന് പുറത്തു നിന്ന് ഞാൻ വിളിക്കാം. ശരി സാറേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാജു? രാജുവിന്റെ മുഖത്തെ വിഷമം ഇപ്പോഴും എനിക്ക് കാണാം. അനുഭവങ്ങളല്ലേ റോഷ്നി? ചെറിയ അനുഭവമൊന്നും അല്ലല്ലോ. ഒരു ചെറുപ്പക്കാരനെയും അവന്റെ കുടുംബത്തെയും പിന്തുടർന്ന് വേട്ടയാടിയ സംഭവമല്ലേ അത്? കാശുള്ളവൻ കാശില്ലാത്തവനെ നശിപ്പിക്കാൻ ശ്രമിച്ചൊരു കഥയാണത്. ആ കഥ രാജു പറഞ്ഞിട്ടില്ല ആരോടും. പക്ഷേ ഡാഡി അത് ആരിൽ നിന്നും അറിഞ്ഞു. ഒരു രാത്രി ഡാഡി എന്റെ മുമ്പിലിരുന്ന് വളരെ വിഷമത്തോടെ ആ കഥ പറഞ്ഞപ്പോ അത് കേട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. രാജു എന്തൊന്നും മിണ്ടാത്ത? എന്ത് മിണ്ടാന റോഷ്നി? അനുഭവിച്ച കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമല്ലേ? വിടത് രാജു. രാജുവിനെയും രാജുവിന്റെ കുടുംബത്തെയും ദ്രോഹിച്ച ആ പ്രതാപവർമ്മയും അയാളുടെ മകളെയും വെറുതെ വിടരുത്. പ്രതികാരം ചെയ്യണം. ഈ ഋതിക എന്തേ താമസിക്കുന്നേ? ഇന്റർവ്യൂ തുടങ്ങാൻ സമയമായല്ലോ. ഇവളുടെ ഒരു കാര്യം. വെയിൽ കൊള്ളുന്ന ഒറ്റ മൈന. ഈ മൈന ആരെങ്കിലും കാത്തു നിൽക്കുകയാണോ? അങ്ങനെ ആയിരിക്കില്ല. പടുകഴവന്മാർ വെയിലത്ത് നിന്ന് കാഞ്ഞാലും നമുക്കെന്തോന്ന്. പക്ഷേ പെങ്കുച്ചുങ്ങൾ വെയിലത്ത് നിന്ന് വടുന്നത് കാണുമ്പോൾ എനിക്കെന്തോ ഒരിത്.
ഹലോ, ഗുഡ് മോർണിംഗ് ഉണ്ട്. നമസ്കാരം കുട്ടി. എന്താ സർ? ഇന്റർവ്യൂവിന് വന്നാണോ? അതെ സർ. ആ പിന്നെന്തിനാ ഈ വെയിലത്ത് നിന്ന് ഇങ്ങനെ പൊരിയുന്നേ? അകത്തോട്ട് കയറി ഇരിക്കാലോ. എന്റെ ഒരു ഫ്രണ്ട് കൂടെ വരാനുണ്ട് സർ. ആ ഫ്രണ്ട് വരുന്നുണ്ടല്ലേ, അതുവരെ അകത്തിരിക്കാലോ. ഫ്രണ്ട് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് അകത്ത് കയറിക്കോളാം. ആയിക്കോട്ടെ, പക്ഷെ നല്ല വെയിലുണ്ട്, മാറി നിൽക്കണേ. നമസ്കാരം കുട്ടി. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ എന്നെ കുട്ടിയെന്ന് വിളിക്കരുതെന്ന്. പിന്നെ ഞാൻ ആരുടെയും കുട്ടിയൊന്നുമല്ല. ഇത്രയും വലിയൊരു സ്ഥാപനത്തിന്റെ ഓഫീസല്ലേടോ, തനിക്ക് അതിന്റെ മാനേഴ്സ് കാണിച്ചൂടെ? സോറി മാഡം. അപ്പൊ തനിക്ക് അറിയാം എന്നെ ഒന്ന് ഇളക്കിയതാണല്ലേ മാഡം. അങ്ങനെ ഓഫീസിലെ ഫീമെയിൽ സ്റ്റാഫിനെ വിളിക്കാവൂ. ഓ ശരി മാഡം. കുട്ടി വിളിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. നമുക്കാണെങ്കിൽ ന്യൂ ജനറേഷൻ സെറ്റപ്പ് അറിഞ്ഞും കൂടാ. ഒത്തിരി ലേറ്റ് ആയോ? ഞാൻ ഇപ്പോഴെങ്കിലും വന്നല്ലോ. എത്ര സമയം ഞാൻ കാത്തിരിക്കുന്നറിയോ? അല്ല, ഇന്റർവ്യൂ തുടങ്ങിയോ? ഇന്റർവ്യൂ ഒന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവിടെ ടെൻഷനുള്ള ഒരു കാര്യമുണ്ട്. എന്താ? ഈ കമ്പനികളുടെ എല്ലാം MD ഓർക്കാപ്പുറത്ത് ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. ദൈവമേ, കാര്യങ്ങളെല്ലാം കുഴപ്പമാവോ? അയാള് ലോകമെങ്ങും അറിയപ്പെടുന്ന വലിയ ബിസിനസ്സുകാരനാ. RVM. RVMോ? അതൊരു സ്റ്റുഡിയോ അല്ലേ? അത് പഴയ AVM, ഇത് RVM. RR എന്ന ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ ഓണറാ അദ്ദേഹം. അതിന് നമുക്കെന്താ? അദ്ദേഹം ഇന്ന് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നേ. ദൈവമേ, നീ പേടിക്കണ്ട. ഒരുപക്ഷെ അയാള് നല്ലവനാണെങ്കിലോ? പല്ലവി, എനിക്കൊരു ജോലി ഇപ്പൊ വലിയ ഇമ്പോർട്ടന്റാ. എന്റെ കാര്യങ്ങള് നീ കരുതും പോലെ അല്ല. എനിക്കറിയാം മൃതികെ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്. അച്ഛൻ തറവാട്ടിലേക്ക് താമസം മാറാൻ സമ്മതിക്കില്ല. സൂര്യമംഗലം കോവിലകത്തിന് പല കൊട്ടാരങ്ങളും ഉണ്ട്. അതൊക്കെ അമ്മയുടെയും അമ്മമ്മയുടെ ആണെന്നൊക്കെ പറഞ്ഞു അച്ഛന്മാരില്ല. അവരുടെ 1 രൂപയുടെ ഔദാര്യം പറ്റാൻ അച്ഛന് താല്പര്യമല്ല. അച്ഛൻ പണ്ട് മുതലേ വലിയ അഭിമാനിയാ. അതാ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന. വർമ്മ സാറ് പല പ്രാവശ്യം MLA മന്ത്രിയൊക്കെ ആയിരുന്ന ആളല്ലേ ഋതികെ? പെൻഷൻ കിട്ടുന്നില്ലേ? അതൊക്കെ ആ കാർ ആക്സിഡന്റ് കേസ് കാരണം കോടതി വിലക്കിയിരിക്കുക. എന്റെ അച്ഛനെ എനിക്ക് നന്നായിട്ട് നോക്കണം. അച്ഛനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എനിക്ക് ഈ ജോലി കിട്ടിയേ പറ്റൂ. എന്തായാലും ഇന്റർവ്യൂ നല്ല ടഫായിരിക്കും. നമുക്ക് പ്രതീക്ഷയോടെ അകത്തോട്ട് കയറാം. നീ വാ.